Hi dear students, good morning. ഡാറ്റ സ്ട്രക്ചറിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്കാണ് നാം പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇനി അരേ, ലിങ്ക് ലിസ്റ്റ് അതൊക്കെയാണ് എടുക്കാനുള്ളത്. ഞാനിത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, കാരണം സെക്കൻഡ് മോഡ്യൂൾ അരയാണ്, തേർഡ് മോഡ്യൂൾ ലിങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അവിടെ പറയുമ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സിയിൽ പഠിച്ചതോ ആയുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറേ പറയാനുള്ളത്. ഡാറ്റ ടൈപ്സ്, ഡാറ്റ ഓപ്പറേഷൻസ് അവിടെ പഠിച്ചെങ്കിൽ കൂടി നമുക്ക് ഇതിലുള്ളത് കൊണ്ട് നമുക്കിത് ഇവിടെയും പറയണം. നിങ്ങൾക്കത് ഈസി ആയിരിക്കും, കാരണം അവിടെ പഠിച്ചുകൊണ്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കാനുള്ള അടുത്തത് സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് ഡാറ്റ ടൈപ്സ് ആണ്. എന്താണ് ഡാറ്റ ടൈപ്സ്? നിങ്ങൾക്ക് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് അറിയുന്നുണ്ടാവും. നെയിം ഓഫ് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നെയിം ചെയ്തിട്ടുള്ള രീതിയാണ് ഡാറ്റ ടൈപ്സ്. അത് ഓരോ ഡാറ്റ ടൈപ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിലെ ഡാറ്റയെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റയുടെ ആ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. This named group of data which share similar properties or characteristics. അത് ആൽഫബറ്റിക് ആവാം, ന്യൂമറിക് ആവാം, ആൽഫ ന്യൂമറിക് ആവാം, 3 തരത്തിലാവാം. ആൽഫബറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാം തന്നെ ആൽഫബറ്റ്സ് ആയിരിക്കും. അതിനാണ് ആൽഫബറ്റിക് എന്ന് പറയുന്നത്. അതായത് നെയിം, ഒരു പേരൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ്, അത് ആൽഫബറ്റിക് ആയിരിക്കും. ഒരിക്കലും ഒരു നെയിം ഒരു നമ്പറായി വരില്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് ആൽഫബറ്റിക്. അതേസമയം ഒരു ഏജ്, നമ്മളൊരു ഏജ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ്, അതൊരു ന്യൂമറിക് ആയിട്ടാണ് വരിക. എപ്പോഴും വയസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്പേഴ്സായിട്ടേ വരുള്ളൂ. സോ ഇറ്റ് ഈസ് എ ന്യൂമറിക്. അതിൽ വെറും ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആൽഫബറ്റിക്കിന് എക്സാമ്പിൾ പറയാം ഇസ് എ നെയിം. ന്യൂമറിക്കിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇസ് ഏജ്. ഇനി ആൽഫ ന്യൂമറിക് ആവാം. ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെ മനസ്സിലാവും, ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും, നമ്പേഴ്സും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്രസ്സിൽ നമുക്ക് ചിലപ്പോൾ എന്താണ്, ഹൗസ് നമ്പർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്പേഴ്സായിട്ട് വരും. ബാക്കി എല്ലാ കാര്യങ്ങളും ആൽഫബറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ ആൽഫബറ്റ്സ് മാത്രം പറയാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് ആൽഫ ന്യൂമറിക്. അപ്പം 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് വരും. ആൽഫബറ്റ് ഉണ്ട്, ആൽഫബറ്റിക്, ന്യൂമറിക്, ആൽഫ ന്യൂമറിക്, 3 തരമുണ്ട്. ആൽഫബറ്റിന് എക്സാമ്പിൾ പറയുമ്പോൾ നെയിം എഴുതുക, ന്യൂമറിക്കിന് ഏജ് എഴുതുക, ആൽഫ ന്യൂമറിക്കിന് അഡ്രസ്സ് എഴുതുക. സോ അടുത്തത് പറയാനുള്ളത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. കോമൺ ആയിട്ട് പഠിക്കേണ്ട ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് ഇൻറ്റീജർ. നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റീജർ. അങ്ങനെ പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് നിങ്ങൾക്കത് കേട്ട പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇൻറ്റീജറിനെ നമ്മളെപ്പോഴും റെപ്രസെൻ്റ് INT എന്നാണ്. പിന്നെ റിയൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഫ്ലോട്ട്, ഡബിളൊക്കെ റിയൽ എന്നുള്ളതിൽ പെടുന്നതാണ് ഫ്രാക്ഷൻസിൽ. പിന്നെ അടുത്തത് ക്യാരക്ടർ. നിങ്ങൾ വീണ്ടും വേറെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രിങ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോമൺ ആയിട്ട് പറയുന്ന നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആണ് ഇത് മാത്രമാണ് എന്ന് അതിനർത്ഥമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റീജർ? ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ അതാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്സ്. നമ്മളാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്സ്. അതിൽ ആ പേര് പോലെ തന്നെ ഇൻറ്റീജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻറ്റീജേഴ്സ് നമുക്കറിയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 0 മുതൽ 9 വരുന്ന ഡിജിറ്റ്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതിന് സൈൻ എന്താവാം, പ്ലസ്സോ മൈനസോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഫ്രാക്ഷൻ ഉണ്ടാവില്ല. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫ്രാക്ഷൻ ഉണ്ടാവില്ല. സോ അത് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ഇൻറ്റ് എന്നാണ് ഇൻറ്റ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് ഒരു നമ്പറായിരിക്കും. പോസിറ്റീവോ നെഗറ്റീവോ സ്ഥാനമുള്ള നമ്പറായിരിക്കും. പിന്നെ എന്തായിരിക്കില്ല, ഫ്രാക്ഷൻ ആയിരിക്കില്ല. ഓക്കെ, അടുത്ത് പറയുന്നത് റിയൽ ഡാറ്റ ടൈപ്സ് ആണ്. റിയൽ ഡാറ്റ ടൈപ്സ് പറയുമ്പോൾ അത് 2 തരത്തിലാവാം. ഫ്രാക്ഷൻ ആവാം, ഡബിൾ ആവാം. ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. 2 ഫ്രാക്ഷൻ തന്നെയാണ്. ഒന്നിന് എന്താണ്, ലെങ്ത്ത് കൂടുതലുള്ള ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, ലെങ്ത്ത് കുറവുള്ളൊരു ഫ്രാക്ഷൻ ആയിരിക്കും. അതാണ് വ്യത്യാസം.
ഇറ്റ് സ്റ്റോർ ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഫ്രാക്ഷൻ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ അതിൽ ഡിജിറ്റ് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് പറയുക എന്ന് പറയുന്നത് അതിൽ കൂടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരാം. പ്ലസ് ആംപർസെൻറ്റ്, ഡോട്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. 2 തരത്തിലാണുള്ളത്, ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ട് എന്ന് പറയുന്നത് ലെസ് പ്രിസിഷൻസ് ആണ്, അതായത് ഫ്രാക്ഷൻസ് കുറവായിരിക്കും, അതായത് സ്റ്റോറിങ് കുറവായിരിക്കും. പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 പ്രിസിഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം ഡബിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിജിറ്റ്സ് വരുന്നതാണ് ഡബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2.1345 എന്നൊക്കെ പറയുന്ന പോലത്തതാണ് ഡബിൾ. ഓക്കെ, അടുത്ത് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ, അതായത് നമ്പറാവും, അതിൽ ആൽഫബറ്റ്സ് ഉണ്ടാവും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, എല്ലാം കൂടി കോഡ് ചേർന്നാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ, മറ്റത് ഡബിൾ ഇൻവെർട്ടർ കോമ, അങ്ങനെ ഓരോരോ കോൺസെപ്റ്റുകളും ഉണ്ട്. ഇത് ജസ്റ്റ് ജനറലായിട്ടുണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ്. അതിൽ 0 to 9 നമ്പേഴ്സ്, ആൽഫബറ്റ്സ് ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ സെഡ് വരെയും, സ്മോൾ ലെറ്റർ എ മുതൽ സ്മോൾ ലെറ്റർ സെഡ് വരെയും ഉപയോഗിക്കാം. സ്പെഷ്യൽ ക്യാരക്ടർ ഏത് വേണമെങ്കിലും, ഏത് സ്പെഷ്യൽ ക്യാരക്ടറും യൂസ് ചെയ്യാം. ആഷോ, പ്ലസ് മൈനസ്, ടിൽറ്റ്, പ്രസൻറ്റ്, അങ്ങനെ ഏത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിലുണ്ടായേക്കാം. അതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്സിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഇൻറ്റിജർ, റിയൽ, ഈ മൂന്നെണ്ണം പറയുന്നത് ശരിക്കും ഡാറ്റ ടൈപ്സിൽ തന്നെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ചില ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഡാറ്റ ടൈപ്സ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഉണ്ടാവും, കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സ് ഉണ്ടാവും, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സ് ഉണ്ടാവും. അതിൽ പ്രിമിറ്റീവ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സാണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൽ പഠിക്കുന്നത്. റിയൽ, ഇൻറ്റിജർ, ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഈ കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്സിൽ പറയുന്നത് അറേ, സ്ട്രിങ്, അത്തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളാണ്. പിന്നെ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സിൽ പഠിക്കുന്നതാണ് സ്റ്റാക്ക്, ക്യൂ, അത്തരത്തിലുള്ളതെല്ലാം. അപ്പോൾ അതുമെല്ലാം തന്നെ ഡാറ്റ ടൈപ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഈ 3 ഡാറ്റ ടൈപ്സുകളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.